3 മരങ്ങളോട് ഇസ്രായേലിൽ ഉപമിച്ചിട്ടുണ്ട്. ഒന്ന്, അവന്റെ രാഷ്ട്രീയം, അതാ അത്തിമരം. ബൈബിൾ കൂടെ ഹോശയ്യ 9:10, അത്തിവൃക്ഷത്തിന് തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു, ഇസ്രായേൽ. 2, അവന്റെ ആത്മീയം, യോഹന്നാൻ 15:1-2, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ വെട്ടിക്കളയുന്നു, ഇസ്രായേൽ. അവന്റെ ആത്മീയം. 3, അവന്റെ സൗന്ദര്യം. സംഗീതം വാസിക്കരുത് 128-ാമത് സംഗീതം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും, നിന്റെ അധ്വാനത്തിന്റെ ഫലം വീട്ടിലെത്തും, നിന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ ഇരിക്കും. 3 മരം ഇസ്രായേൽ. ഇവിടെ കുഞ്ഞുങ്ങൾ വളരെ സാവധാനം, വചനം ക്ലിയർ. 1948 മെയ് 14 ഇസ്രായേൽ സ്വതന്ത്രമായി. 22,000 കിലോമീറ്റർ ഇസ്രായേൽ. 6 ഡിസ്ട്രിക്ട്. 1 ടെൽ-അവീവ്, 2 ജെറുസലേം, 3 യാഫ, 4 ഹൈഫ, 5 ആഷ്കലോൺ, 6 അസ്തോദ്. ഈ 6 ഡിസ്ട്രിക്റ്റുള്ള ഇസ്രായേൽ 77 വയസ്സ് ഇന്നായി. എന്നാൽ 75-ാമത്തെ വയസ്സ്, അഥവാ 2021 ഒക്ടോബർ മാസം 7-ാം തീയതി ഇറാന്റെ പ്രോക്സിയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെതിരെ ഹമാസിന്റെ ആക്രമണം. അന്ന് ഇസ്രായേലിലെ പ്രധാനമന്ത്രി പറഞ്ഞു, വി ആർ അറ്റ് വാർ. അതാ കുഞ്ഞു വായിച്ചത്, അத்தை തളർത്തു കൊമ്പിളതായി. இந்த நாட்களில் உண்மையான செய்தி கூட்டங்கள் இங்கே இருக்குது. 7 രാഷ്ട്രങ്ങളുമായിട്ട് ഇസ്രായേൽ അടിക്കുന്നു. 1 ഇറാൻ, 2 യമൻ, 3 സിറിയ, 4 ലെബനോൻ, 5 ഹമാസ്, 6 തുർക്കി. അവനെല്ലാം പഞ്ഞിക്കിട്ട് അടിക്കുക. സ്വോത്രം. അத்தை തളർത്തു കൊമ്പിളതായി. സംശയമുണ്ട് ഇതൊക്കെ കാരണം ജോസ് പാസ്റ്റർ അവിടെ പ്രസംഗിച്ച വീഡിയോ ഇപ്പോൾ ഓൺലൈനിൽ ഓടുന്നുണ്ട്. ഇതെല്ലാം വായിച്ചതാവും. അന്ന് ഞാൻ പറഞ്ഞിട്ട് ഇറാന്റെ മണ്ടക്കിട്ട് അടിക്കുമെന്ന്. ആരാണ്ട് പറഞ്ഞു എവിടെ അടിക്കാനാണ്? ഇപ്പൊ കിട്ടിയപ്പോൾ വയറ് അറിഞ്ഞ് മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ഇതെല്ലാം അന്ത്യകാലമാ. സ്വോത്ര വീഡിയോയിൽ ഇതെല്ലാം പറയുന്നുണ്ട്. ഇന്ന് രാത്രി അത്തി തളർത്തു കൊമ്പിളതായി വേനലെടുത്തു. അങ്ങനെയെങ്കിൽ ഒരന്തിമ യുദ്ധം അതിപ്പോ നടക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് വായിക്കാൻ മോളെ അടുത്ത വാക്ക് വായിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളു. ഒരുവൻ അടുക്ക വാതിക്ക. ഒരുവന്റെ കയ്യിൽ ലോക ഭരണം വരാൻ പോകുന്നു. ന്യൂ വേ വേൾഡ് ഓർഡർ. അടുത്ത വാക്ക് വായിക്കാം. ഇതൊക്കെ സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശു പറയുന്നു, ഇതിൽ മിക്ക പേരും അറ്റാക്ക് എനിക്കും വരാം, ജോഷ് പാസ്റ്റർക്കും വരാം, അച്ചായനും വരാം, അതൊക്കെ സംഭവിക്കാം. എന്നാൽ മിക്കവാറും പലരും ഇവിടുന്ന് മരണം വഴിയായി മൂക്കി പഞ്ഞി വെക്കുന്നതിനും വിട്ട് കാന്തൻ വരുമെന്ന ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല. അടുത്ത വാക്ക് ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും. അതല്ലയോ ഇപ്പൊ അടിച്ചുകൊണ്ടിരിക്കുന്നത്. 40 ദിവസത്തെ മഴ പോലല്ലയോ. റബ്ബറിന്റെ ഇലയും പോയി, അത് കഴിഞ്ഞിട്ട് മരച്ചീനിയും പോയി, വാഴയെല്ലാം തലകുത്തി വീണു. സന്തോഷമില്ലല്ലോ. സ്വോത്രം. കുഞ്ഞമ്മാമയ്ക്ക് സന്തോഷമില്ല. സ്വോത്രം. നോകയുടെ കാലമായത്. അടുത്ത വാക്ക് വായിച്ചാട്ടെ. എന്റെ വചനം ഒരു നാൾ ഒഴിഞ്ഞു പോകുകയില്ല. അയ്യോ, വചനം മാത്രം ഉറച്ചു നിൽക്കുക. അതുകൊണ്ടായി ബൈബിള് കൈ തന്നെ വെച്ചേക്കണമെന്ന്, ഷോക്കേസ് വെക്കരുതെന്ന്. സ്വോത്രം. ക്ലിയർ ആകുന്നവർക്കായി സ്വോത്രം. ഇതിൽ മുറുകെ പിടിക്കണം. അടുത്ത വാക്ക് ആ നാളും നാഴികയെ സംബന്ധിച്ച് എന്റെ പിതാവ് മാത്രമല്ലാതെ യേശുവിന് പോലും അറിയത്തില്ല വരുന്ന എപ്പോഴാന്ന്. അടുത്തത് ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അതുകൊണ്ട് പ്രസംഗം കേട്ടിട്ട് ചെമ്പൂരെ, മഞ്ചങ്കോട്ടെ, മണ്ണാങ്കോണത്തെ റബ്ബർ എഴുതി വിട്ട് കാശാക്കരുത്. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കോ, 200 രൂപ വിലയുണ്ട് മനസ്സിലാക്കുന്നവർക്കായി. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ അറിയത്തില്ല. സ്വർഗം പിതാവ് പറയും മണവാട്ടി സഭയെ ചേർക്കാൻ. അന്നേരെ കാന്തൻ വരത്തുള്ളൂ. അടുത്ത വാക്ക് വായിക്കാം. നോഹയുടെ കാലം പോലെ ലോകയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവുമാകും. ലോകയുടെ കാലം, ലോത്തിന്റെ കാലം. 6 കാര്യം. 1, അത്തിയാകുന്ന യഹൂദൻ. 2, ഈ പ്രപഞ്ചത്തിന് ഒരുവൻ ഭരിക്കുവാൻ വരും ലോകത്ത്. 3, എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിൽ ഏകലോക മതം. 4, ആകാശമല പെരുമഴ. 6, ലോത്തിന്റെ കാലത്തെത്തി. 2 കാര്യം പറയുമ്പോൾ ഈ രാത്രി അവസാനിക്കും. കൃപായുഗം. 1, ദൈവസഭ എടുക്കപ്പെടും. 2, ഒരു 3-ാം ലോകമഹായുദ്ധം. വളരെ ലൈവിലും വീട്ടിൽ പോയി കാണണം. വളരെ വേഗത കുറച്ച്. അതിനാസ്പദമായി എസക്കേൽ 38:7-8 2024 എല്ലാവരും കേൾക്കണം. ഡിസംബർ മാസത്തിൽ ട്രംപ് അധികാരത്തിൽ വരാൻ തുടങ്ങിയപ്പോൾ ഇന്നത്തെ പലസ്തീൻ പ്രൊവിൻസിന്റെ നേതാവ് മഹ്മൂദ് അബ്ബാസ് റഷ്യയെ ചെന്നിട്ട് പറയും, സാറേ നീ ഞങ്ങൾക്ക് മേധാവിയായി തീരണം. നമ്പർ 1. 2, 2025 ഹമാസുമായിട്ട് ഒരു വെടിനിർത്തൽ വന്നു. എന്നിട്ട് ഇസ്രായേൽ അവന്റെ മണ്ടക്കിട്ട് അടിച്ചപ്പോൾ ഹമാസിന്റെ പോരാളികൾ റഷ്യയെ ചെന്നിട്ട് പറഞ്ഞു, തമിഴ്കാര ഭാഷ പയ്യ, നീ ഞങ്ങൾക്ക് ലീഡറാകണമെന്ന് ഹമാസ് പോരാളികൾ. അതുകൊണ്ടാ ഇപ്പോൾ ഖത്തറിനെതിരെ ഈ ഇറാൻ അടിച്ചപ്പോൾ റഷ്യ പറഞ്ഞ് തൽക്കാലം നിർത്ത്, നമുക്ക് വഴി ഉണ്ടാക്കാൻ, അടി പുറകെ വരുന്നെന്ന് സാമ്പിൾ വെടിക്കെട്ട്. അങ്ങനെയെങ്കിൽ റഷ്യ അറബ് ലീഗിന് ലീഡറാകും. ബൈബിളിലുണ്ടോ? എസക്കേൽ 38:7-8 നിങ്ങൾ തൊടണ്ട. അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഏറിയ നാൾ കഴിഞ്ഞ് സന്ദർശിക്കപ്പെടും. നീയോ
അവർക്ക് മേധാവിയായി തീരും. അറബ് ലീഗിന് റഷ്യ വാളിനൊഴിഞ്ഞു പോകുന്നത് പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു ദേശത്തേക്ക് നീ ഒടുക്കം വന്നു ചേരും. ഈ വണ്ടി വിട്ടതേ ഉള്ളൂ, ചെമ്പൂർ വെള്ളരുടെ വണ്ടി മലയും കീഴായിട്ടേ ഉള്ളൂ, ഒടുക്കം വന്നു ചേരും. ഏതാ മക്കളെ? നിരന്തരം ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വത നിര 1948 മെയ് 14 വരെ അറബി ഒട്ടകം ഓടിയത് മൂങ്ങ മൂടിയതുമായ ഒരു സ്ഥലത്ത് യുദ്ധം എത്തിച്ചേരും. അതിന്റെ പേരാ മൂന്നാം ലോകമഹായുദ്ധം. അപ്പോൾ കനാനിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ചോദിക്കും, ദൈവദാസനെ അതെന്താ നടക്കാത്തത്? അതിനു മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടണോ? ആരാ? യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. അതുകൊണ്ട് നടക്കുന്നില്ല. അത് കഴിഞ്ഞാൽ ലോകം ഒരുവൻ ഭരിക്കണം. ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനം, ഇന്നത്തെ രോഗങ്ങൾ, സാമ്പത്തിക മണ്ഡലം തകരുന്നെങ്കിൽ ഒരുവൻ ലോകത്തെ ഭരിക്കണം. അതിന്റെ പേരാ ന്യൂ വേ വേൾഡ് ഓർഡർ. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്ത് ഒരുവൻ ലോകത്തെ ഭരിക്കോ? വായിച്ചു തുടങ്ങും. 2600 കൊല്ലം മുമ്പ് ബാബേലിന്റെ പ്രവാസത്തിനകത്ത് ഒരു പ്രിയ പുരുഷനുണ്ടായിരുന്നു, ദാനിയേൽ. അദ്ദേഹത്തോട് സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുവൻ ലോകം ഭരിക്കും. വായിക്കാം, ന്യൂ വേ വേൾഡ് ഓർഡർ, ദാനിയേൽ 8, 23, 24, 25 വാക്യങ്ങൾ വായിക്കാം. എന്നാൽ അവരുടെ രാജ്യത്തിന്റെ അന്ത്യകാലത്ത്, ഇന്നത്തെ രാജ്യങ്ങൾ, മോൾ അവിടെ നിർത്തിയാട്ടെ, എല്ലാവരും ഒന്ന് നോക്കിയാട്ടെ. ഇന്നത്തെ ഭരണം, ബൈബിളും ലോക ചരിത്രവും വേൾഡ് ഹിസ്റ്ററി. കാട്ടാക്കട കോളേജിൽ പണ്ട് പ്രേംരാജ് സാർ പഠിപ്പിച്ചത് ഇവിടെ പലരും കേട്ട് കാണും. 1 തല തങ്കം ബാബേൽ, 2 നെഞ്ചും കൈയും വെള്ളി, ദാര്യാവേശും കോരശും, വായിൽ 3 വാരിയല്, ലിബിയ, ഈജിപ്റ്റ്, ജോർദാൻ, ഇന്നത്തെ അരഭാഗം അവനായിരുന്നു ഗ്രീക്കിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ. 4 റോമാ സാമ്രാജ്യം, ഇരുമ്പും കളിമണ്ണും. ഇന്നത്തെ ഭരണമാ ജനാധിപത്യ ഭരണം, ഇരുമ്പും കളിമണ്ണും. അതിനുശേഷം ഒരുവൻ ഭരണത്തിൽ വരും. അതാ 10 കൊമ്പിന്റെ തലയോട് ഒരുവൻ ഭരണത്തിൽ വരാൻ പോകുന്നു. വായിക്കാം മക്കളെ, അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത്. വായിച്ചു തുടങ്ങാം, വായിക്കാം. അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ, ഇന്നത്തെ ജനത്തിന്റെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായ ബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. ഒരുവൻ എഴുന്നേറ്റ് വരും ലോകം ഭരിക്കാൻ. വായിച്ചാട്ടെ. അവന്റെ അധികാരം വലുതായിരിക്കും. സ്വന്തം ശക്തിയാലല്ല താനും. അവന്റെ അധികാരം വലുതായിരിക്കും. ലോകം മുഴുവൻ ഒരുവൻ ഭരിക്കുമെന്ന് കിടക്കുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 2 മൊബൈലും ചേട്ടൻ കൊണ്ടുപോയി. 1 എയർടെല്, 2 റിലയൻസിന്റെ ജിയോ, 2 എലോൺ മസ്ക് കൊണ്ടുപോയി. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഈ അടുത്ത സമയത്ത് ഇപ്പം ഇവിടെ ഇവർ ലൈവ് കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസം ഇടുക്കിയിലെങ്ങാണ്ട് ഏലപ്പാറ ഞാൻ പ്രസംഗിക്കാൻ പോയി. നമുക്ക് പരിപ്പോടെ കൊണ്ടുവരുന്ന പോലെ ഒരു പയ്യൻ ഇങ്ങോട്ട് വന്നു. റിജിപ്പാസോട് പറയാം, അവൻ്റെ ഒരു പെട്ടി ഉണ്ട്, ഡോക്ടർ സൂട്ട് കേസ് തുറക്കുന്ന പോലെ. ഞാൻ നോക്കിയപ്പോൾ ഒരു പെട്ടി തുറക്കുന്നു, ഒരു ക്യാമറ എൻ്റെ നെഞ്ചത്തോട്ട് വെക്കുന്നു, ഒരു ലാപ്ടോപ്പ് അവിടെ ഫിറ്റ് ചെയ്യുന്നു. ദാണ്ട ഈ പോളിനകത്ത് ഒരു വെള്ളപ്പെട്ടിയും കൊണ്ടുവെക്കുന്നു, 2 കൊമ്പും. മനസ്സിലാകുന്നവർക്കായി ഞാൻ ചോദിച്ചു, വാനെന്തി? അപ്പം പറയും, വാനൊക്കെ വിറ്റ് കാശ് മേടിച്ച് പാസ്റ്റർ. സ്വോത്രം. ഓബി വാനൊന്നും വേണ്ടാന്ന്. സ്വോത്രം. ഞാൻ ചോദിച്ചു, മോനെ ഇതെന്തുവാ? പാറ്റം പിടികിട്ടിയില്ല. ഇതാണ് റിലയൻസിന്റെ ഏറ്റവും നിർണായക മോഡം എലോൺ മസ്കുമായിട്ട്. ഞാൻ പറഞ്ഞു, എവിടെ വരെ കിട്ടും? അമേരിക്ക വരെ കിട്ടുമെന്ന്. സന്തോഷമില്ലല്ലോ? ഒരു പെട്ടി, ഒരു ക്യാമറ, ലാപ്ടോപ്പ്, കീക്കി കൂക്കു. സന്തോഷമില്ലല്ലോ? സ്വോത്രം. നാടക്കുന്ന വാനും വേണ്ട, കവറും വേണ്ട, ഓബിയും വേണ്ട. സ്വോത്രം. കഴിഞ്ഞ ദിവസം കട്ടപ്പനെ പ്രസംഗിച്ചപ്പോൾ ഞാൻ നെഞ്ചത്ത് കൈവച്ചു പോയി. സ്വോത്രം. ഒരു വെള്ളപ്പെട്ടി, ഒന്നും വേണ്ട, 2 മുള്ളും, ലോകം മൊത്തവും കിട്ടുമെന്ന്. സ്വോത്രം. അതായില്ലയോ? എയർടെല്ലും കൊണ്ട് സൗകര്യമാർക്ക് ഭയങ്കര സന്തോഷം, സ്പീഡ് കൂടുമെന്ന്. നല്ല കാര്യം, ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വോത്രം. അതിന്റെ അർത്ഥം അന്ത്യകാലം അവന്റെ അധികാരം വലുതായിരിക്കും. അടുത്ത വാക്ക്, വൈരേ. സ്വന്തം ശക്തിയാലല്ല താനും. പിശാച് അവൻ അധികാരം കൊടുക്കും. അടുത്തത്, അവൻ അതിശയമാവണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അതനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെ നശിപ്പിക്കുകയും ചെയ്യും. ഒരു ഭരണാധികാരി എഴുന്നേറ്റ് വരാൻ പോകുന്നു. ആസ്പദമായി 5 കാര്യങ്ങൾ ലോകം ഒരുവന്റെ കയ്യിൽ. എല്ലാവരും കേട്ടോണം. നമ്പർ 1, 2023 ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ G20 ഉച്ചകോടി ന്യൂഡൽഹിയിൽ പറഞ്ഞു, ഒരു ഗവൺമെന്റ് വന്നാൽ ലോകം ഭരിക്കാൻ നല്ലത്. ബാക്കി 2024 ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി സാർ അമേരിക്കയിൽ ദുബായിൽ ഒരു അമ്പലം ഉദ്ഘാടനം പോയി. 7000 കോടി ചാനലുകാരെല്ലാം കൂടി, മോഡിജി ഇതറായ കച്ച ബാത്ത് ബദാന ചായേ. മോഡി സാർ പറഞ്ഞ പൈസ കൂട്ടും, റേഷൻ കൂട്ടുമെന്നല്ലോ. ഭായിയോ ബഹനോ ഇസി ബാത്ത് സുनना चाहिए. अपना दुनिया शांति समाधान मिलने के लिए एक आदमी कुर्सी में बैठेगा तो बरकत हो जाएगा. മനസ്സിലാകുന്നവർക്കായി ഒരുവൻ കസേര നന്നായിരിക്കുന്നു. സ്വോത്രം. ബാക്കിയൂടെ കേട്ടാട്ട് 2024
അടുത്ത കേട്ടോണം, രാഷ്ട്രീയക്കാരൻ കേട്ടെ. ബ്രിക്സ് ഉച്ചകോടി നിങ്ങൾ കേട്ടില്ലല്ലോ. നമ്മുടെ MV ഗോവിന്ദ മാസ്റ്റർ സെക്രട്ടറി കേട്ടോണ്ടിരിക്കുക, സന്തോഷമില്ലല്ലോ. സ്വോത്രം, അവരെങ്കിലും കേട്ടോണ്ടിരിക്കുന്നു. സ്വോത്രം. ചേർത്തലക്കാരൻ ഒരു പയ്യൻ ഡെയിലി ഒരു പ്രസംഗം കേൾക്കുക. ഞാൻ ചോദിച്ചു എന്തോ ജോലി? നമ്മുടെ MV ഗോവിന്ദ മാസ്റ്റർ സെക്രട്ടറിയാണ്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. രാഷ്ട്രീയക്കാരന് കർത്താവിന്റെ വരവ് കേട്ടോണ്ടിരിക്കുക. സ്വോത്രം. സന്തോഷമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന സ്വോത്രം. ബാക്കിയൂടെ കേട്ടെ. ഇന്ന് കേട്ടു, 2024 ഡിസംബറിൽ ഏറ്റവും നിർണായകമായ ഒരു സംഭവം നടന്നു. എന്താ സംഭവം നടന്നതെന്നറിയാമോ? പറയാം. അമേരിക്കയിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ബ്രിക്സ് ഉച്ചകോടി 3 രാജ്യങ്ങൾ ഒരുമിച്ചു. അത് സോവിയറ്റ് യൂണിയനിൽ വെച്ച്. 1 സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് പുടിൻ, 2 ഏറ്റവും നിർണായക കൊറിയയുടെ കിം ജോങ്. അത് കഴിഞ്ഞിട്ട് ചൈനയുടെ ഷീ ജിൻപിങ് പറഞ്ഞു ഒരു ഭരണം വന്നാൽ നല്ലത്. എന്നിട്ട് ഒരു ആപ്പൂടെ വെച്ച് പൈസാപ്പല്ല ഡോളർ വിലയെന്ന് എണ്ണ വില മാറ്റണമെന്ന്. അതുകൊണ്ട് എണ്ണ വില കൂടാതെ കിടക്കുന്നു, സ്വർണ്ണ വില കയറുന്നു. ഇതെല്ലാം അന്ത്യകാലം. 2024 ഡിസംബർ ഞങ്ങളുടെ സ്നേഹിതൻ ചാണ്ടി ഉമ്മൻ ശിവഗിരി മഠാധിപതി, അത് കഴിഞ്ഞിട്ട് പാണക്കാട് ഹൈദരലി ശിഹാബ്ദങ്ങൾ എല്ലാവരും കൂടെ വത്തിക്കാനിൽ ചെന്നിട്ട് പറയാം ഒരു ഭരണം വന്നാൽ നല്ലത്. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. അത് കഴിഞ്ഞിട്ട് കേട്ടോ, നിങ്ങളുടെ വീട്ടിൽ പേപ്പർ തൂക്കി വിട്ടിട്ടില്ലെങ്കിൽ 2025 ജനുവരി മാസം 25 മലയാള മനോരമയിൽ ഒരു വാർത്ത. ഏതാ വാർത്ത? അതിരുകളില്ലാത്ത ലോകം. ഒരു ഗവൺമെന്റ്, ഒരു പാസ്പോർട്ട്, ഒരു കമ്പ്യൂട്ടർ, എല്ലാം അതിനാസ്പദമായി തുടങ്ങിയ പരിപാടി. പ്രസാദ് ബ്രദർ ഇവിടെ ഇരിപ്പുണ്ട്. GCC അഥവാ UAE, ഒമാൻ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, സൗദി അറേബ്യ. ജോസ് പാസ്റ്ററെ, ഒറ്റ വിസ. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. സാമ്പിൾ വെടിക്കെട്ട് ആരംഭിച്ചു. ഒറ്റ വിസ എടുത്ത് 6 രാജ്യങ്ങളിൽ പോകാമെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു പാസ്പോർട്ടിൽ ലോകം മുഴുവൻ പോകാം. അതിന്റെ പേരാ ന്യൂ വേൾഡ് ഓർഡർ. ഒരുവന്റെ കയ്യിലേക്ക്. അങ്ങനെയെങ്കിൽ ഒരുവൻ ഭരണത്തിൽ വന്നാൽ ഒന്നാമത്തെ പ്രസംഗത്തിന്റെ ഭാഗം അഥവാ നിയമത്തെ കയ്യിലെടുക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ പോയപ്പോൾ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാർ വന്നു. DGPയെ മാറ്റി, പോലീസ് ഓഫീസർമാരെ മാറ്റി, പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ മാറ്റി, പ്ലീഡർമാരെ മാറ്റി. മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്നു. അതിനുശേഷം മോഡിജി വരുന്നത് കരസേന, വ്യോമസേന, നാവികസേന മേധാവിയെ മാറ്റിയതുപോലെ ഒരുവൻ അധികാരത്തിൽ വന്നാൽ അവൻ നിയമത്തെ കയ്യിലാക്കും. ഇംഗ്ലീഷ്, ഹി വിൽ ടേക്ക് ദ ലാൻഡ് ഓർഡർ. ഇനി ബൈബിളിലേക്ക് കൂടെ ഇരിക്കണം. എന്താ? ദൈവം ആദ്യം പണിഞ്ഞത് ബാബേലല്ല, ദൈവം ആദ്യം പണിഞ്ഞത് പ്രപഞ്ചം. ബൈബിൾ കൂടെ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. സ്വോത്രം. അങ്ങ് ആദ്യം ഉണ്ടാക്കിയത് പ്രപഞ്ചം. 2 മനുഷ്യൻ. എല്ലാവരും കേൾക്കണം. മനുഷ്യൻ എവിടെ നിന്നുണ്ടാക്കി? ഇന്നത്തെ യൂഫ്രട്ടീസ് ടൈഗ്രീസ് ഇറാഖ്, അതിന്റെ വടക്കേ അറ്റത്ത് അക്കരെ ഒരു മണ്ണുണ്ട്, അതിന്റെ പേരാ എത്യോപ്യ. അവിടുന്ന് 6 ഘടകം സ്വർഗമെടുത്തു. മലയാളം, സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസം. 7ാമത്തെ ഘടകം നിലത്ത പൊടിയിൽ. പലരും പറയും മണ്ണിന്നാണ്. ദാണ്ടിന്റെ ബാക്കി ഒരു സ്ഥലമുണ്ട്. പാസ് ഇവിടെ ഇരിക്കുന്നു. പെരുങ്കടവില, ആലത്തൂർ, പടപ്പിത്തോട്ടം, പാലിയോട്. നമ്മൾ ചൊവ്വായിന്ന് വന്നത്, അതുകൊണ്ട് ഈ സ്ഥലം അറിയത്തില്ല. സ്വോത്രം. അതുകൊണ്ട് പറഞ്ഞുതരാം. പെരുങ്കടവില, ആലത്തൂർ, പടപ്പിത്തോട്ടം, പാലിയോട്, കോട്ടക്കൽ, അറക്കൊന്ന്. എവിടെ അറിയാം? സ്വോത്രം. പണ്ട് CFA ബിഷപ്പ് സ്ഥലം വീട്ടിൽ ഇരിക്കുന്ന ആരാണ്ടനോട് പറഞ്ഞ സ്ഥലം അറിയണേ സജു ചാത്തന്നൂരിനോട് ഒരു നീ കിടന്ന് കറങ്ങാമെന്ന്. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. 1800 രാത്രി മഞ്ചങ്കോടും ചെമ്പൂരും വലിയ വഴി സ്വോത്രം പുളിങ്കൂടി. അത് കഴിഞ്ഞ് 5 മരങ്കാല് എവിടെല്ലാം കിടന്ന് പ്രസംഗിച്ച പുള്ളിക്കാരനറിയാം ഞാൻ എവിടെ പ്രസംഗിച്ചത്, നിങ്ങൾക്ക് അറിയത്തില്ല. സ്വോത്രം. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കാര്യമുണ്ട്. അറക്കുന്ന പാലിയോട്, കോട്ടയ്ക്കൽ പാറയെ പൊട്ടിച്ചെങ്കിലാ കിട്ടുന്നത് ക്രഷർ യൂണിറ്റ് പാറ പൊടി. പാറയ്ക്കകത്ത് 97 മൂലകമുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പ്രൊക്സാൺ, PSC എഴുതുന്ന ടാലന്റ് കുഞ്ഞുങ്ങൾ. പൊടിക്ക് 17 മൂലകമുണ്ട്. ബൈബിൾ നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. കൂടെ വെക്കണം. ഉൽപ്പത്തി 2:17 നിലത്ത പൊടിയിൽ നിന്ന് ദൈവം മനുഷ്യനെ മെനഞ്ഞു. ഇയ്യോബ് 19:25 എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. ദാനിയേൽ 12:2 നിലത്ത പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായും എഴുന്നേൽക്കും. അഗരോന്റെ മരണം കണ്ട് തമ്പി മോശ അരുമയാണ് സംഗീതത്തെ വാസിക്കരുത്. സംഗീതം 90 മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേ, അനാദിയായും ശാശ്വതമായി നീ ഞങ്ങളുടെ ദൈവം. മർത്യന പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്ന ദൈവം. ക്ലിയർ. മണ്ണല്ല, മണ്ണിൽ നിന്ന് ഫിൽട്രേറ്റ് ചെയ്ത പൊടി. എത്യോപ്യയിൽ നിന്ന് പൊടിയായി ആദമനെ മെനഞ്ഞു. 1ാമത്തെ സയൻസ്. കിംസുകാരനല്ല വെന്റിലേറ്റർ, നിംസുകാരനല്ല വെന്റിലേറ്റർ, PRS അല്ല വെന്റിലേറ്റർ. സിട്ടാവായ ദൈവം ആദമനെ മെടഞ്ഞപ്പോൾ അച്ചായ അമ്മാമെ കേട്ടോണേ, ആദമിന്റെ മൂക്ക് ജീവശ്വാസമൂതി. കാലനങ്ങാൻ തുടങ്ങി, മുടി അനങ്ങാൻ തുടങ്ങി, ഹൃദയത്തിന്റെ ആൻട്രിക്കളും വെൻട്രിക്കളും അനങ്ങാൻ തുടങ്ങി, കിഡ്നി വർക്ക് ചെയ്യാൻ തുടങ്ങി. ആദം ജീവനുള്ള ദേഹിയായെങ്കിൽ ഇന്ന് രാത്രി ആദ്യത്തെ വെന്റിലേറ്റർ
കിംസും നിംസും PRSും അല്ല, സർവശക്തനായ ദൈവത്തിന്റെ ശ്വാസം ആദമിന്റെ മൂക്കിനകത്ത് ഇറങ്ങിയപ്പോൾ ആദം ചലിക്കുന്ന ദേഹിയായെങ്കിൽ എന്ത് അരുമயான ചെയ്തി കൂട്ടാൻ രണ്ടാമത് രാത്രി നിന്റെ കിഡ്നിയെ ചലിപ്പിക്കുക, നിന്റെ ക്രിയാറ്റിന്റെ അളവിനെ മാറ്റുക, നിന്റെ ഹാർട്ടിന്റെ പമ്പിംഗ് റേറ്റ് മാറ്റുക. ഇന്ന് രാത്രി കത്തി തൊടാതെ സർജറി ചെയ്യുക. കരുത്തുറ്റ ഒരു ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നത്. എൽ ശദ്ദായ്, സകലത്തിനും മതിയായവൻ. അപ്പോഴാ നിരീശ്വരവാദികൾ പറയും ദൈവമില്ലെന്ന്. സ്വോത്രം. ക്യാൻസർ സെന്ററിൽ ചെന്ന് ഓൺകോളജി ഡോക്ടറെ അടുത്ത് എല്ലാം നോക്കിയിട്ട് പറയും, ലാസ്റ്റ് അവർ പറയും ഈശ്വരനോട് പ്രാർത്ഥിച്ചോളാം. സന്തോഷമില്ലല്ലോ. ആരും കയറാത്തതിനായി നന്ദി, പോകാനിടയാകരുത്, ഞാനും പ്രാർത്ഥിക്കാം. ഈ നിരീശ്വരവാദി അവിടെ കൊണ്ടുപോകണം. എല്ലാ റിപ്പോർട്ടും നോക്കിയിട്ട് കമ്മ്യൂണിറ്റി ഓൺകോളജി ആകട്ടെ, റേഡിയോളജി ആകട്ടെ, ഏതാകട്ടെ, അവിടെ ചെന്ന് അവിടെ ലാസ്റ്റ് പറയും ഈശ്വരനോട് പ്രാർത്ഥിക്കുക. അവർക്കും അറിയാം ഇനി കർത്താവിനെ കൊണ്ടേ വല്ലതും പറ്റുമെന്ന്. സ്വോത്രം. ഈ മാനസാന്തരപ്പെട്ടു. സ്വോത്രം. അതിൻ്റെ ഇടയ്ക്ക് ആ നിരീശ്വരവാദി പറയുന്നത് ദൈവം ഇല്ലെന്ന്. സ്വോത്രം. പാമ്പ് വരുമ്പോൾ ഹല്ലേലൂയ എന്ന് പറയും. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. MBBS MD റേഡിയോളജിയും പഠിച്ച് ലണ്ടനിൽ പോയി FRCC അടുത്ത ക്യാൻസർ സെന്ററിന്റെ ഡയറക്ടർ പറയുന്നത് കർത്താവിനോട് പ്രാർത്ഥിക്കുക. സ്വോത്രം. ഇവിടെ ഒന്നുമില്ലാതെ ഏതോ ഒരു തുക്കണ പേപ്പർ എടുത്തിട്ട് പറയുന്നത് നിരീശ്വരവാദി ദൈവം ഇല്ലെന്ന്. പാമ്പ് വരുമ്പോൾ ഹല്ലേലൂയ എന്ന് പറയുകയും ചെയ്യും. സ്വോത്രം. അങ്ങനെ ഇരിക്കട്ടെ. സ്വോത്രം. അങ്ങനെയെങ്കിൽ സിട്ടാവായ ദൈവം ആദമിന്റെ മൂക്കിൽ ജീവശ്വാസം മതി. ആദം ജീവനുള്ള ദേഹിയായി. മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല. ആദമിന്റെ വാരിയലിൽ നിന്ന് ഒരു സഹോദരിയെ മെനഞ്ഞു. അവളുടെ പേരാ ഹൗവ. അവിടെ ഒരു ഭാഗമുണ്ട്, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. അവൾക്ക് ഗാഠനിദ്ര വരുത്തി. PSC, കേട്ടറ്റ്, ടീറ്ററ്റ് എല്ലാം എഴുതാൻ കുഞ്ഞുങ്ങൾ എഴുതണം. ഈ അനസ്തേഷ്യ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആദ്യം അദ്ദേഹം ക്ലോറോപാൻ കണ്ടുപിടിച്ച അവന്റെ മൂത്ത ചേട്ടന് അനസ്തേഷ്യ. മനസ്സിലാക്കുന്നവക്കാൽ ക്ലോറോപാൻ തോമാച്ചാൻ, അനസ്തേഷ്യ കുഞ്ഞച്ചായൻ. സ്വോത്രം. കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്റെ പേര് ഡോക്ടർ ജെയിംസ് സിംസൺ. ബൈബിൾ വായിച്ചു, അവന് പിടികിട്ടി മനുഷ്യനെ മയക്കാം. അങ്ങനെ കുത്തി പമ്പ് ചെയ്ത അനസ്തേഷ്യ. അവനൊരു നല്ല ശാസ്ത്രജ്ഞനായിരുന്നു. അവന് നോബൽ സമ്മാനം കിട്ടി. അദ്ദേഹത്തിന്റെ കാല് തളർന്നിരിക്കുക. ഒരു വീൽ ചെയറിൽ പത്രക്കാരി എന്നിട്ട് പറയും, സാറേ സാറിന് നോബൽ സമ്മാനം കിട്ടി. സന്തോഷം കിടക്കാതെ. അപ്പം പറഞ്ഞ്, എനിക്ക് നോബൽ സമ്മാനം കിട്ടിയതല്ല, എൻ്റെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് ഞാൻ സന്തോഷിക്കുന്നു. സ്വോത്രം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ നോബൽ സമ്മാനം ഷോക്കേസ് ഇരിക്കത്തേ ഉള്ളൂ. സ്വോത്രം. അക്കരെ നാട്ടിൽ കയറണ ക്രിസ്തുവിനെ അറിയണം. മനസ്സിലാക്കുന്നവർക്കായി ശാസ്ത്രജ്ഞൻ. അപ്പൊ അവരെ എവിടാ കൊണ്ടുവന്ന്? അവരെ കൊണ്ടുവന്നതാ ഇന്നത്തെ ഇറാഖിലെ ഏദൻ. അപ്പൊ ആദ്യത്തെ കല്യാണം നടത്തിയതാരാ? ഇവിടാണ് ഒരുവൻ വന്നാൽ നിയമം മാറ്റും. ആദ്യത്തെ കല്യാണം നടത്തിയത് സ്വർഗത്തിലെ ദൈവം. ഇവിടെ കത്തോലിക്ക പള്ളി, RC പള്ളി, യാക്കോബ പള്ളി, ഇവിടെ മാർത്തോമ പള്ളി. പെങ്കൊച്ചും ചെറുക്കനും അവിടെ ചെല്ലും. ഉടനെ അച്ഛൻ ഇങ്ങോട്ട് വിളിച്ച് രണ്ടിൻ്റെ തല കൈവച്ച് മാലയൊന്നും ഇട്ട് കൊടുക്കത്തില്ല. നല്ല കൗമാകളെല്ലാം ചൊല്ലും. ചൊല്ലിയതിന് ശേഷം അച്ഛൻ മാലയൊക്കെ വാട്ടി കൊടുക്കാൻ നേരം ഇഞ്ഞൊരു പാട്ട് പാടും. എന്താ പാട്ട് പാടുന്നതെന്നറിയാവോ? വാനിൽ നിന്നൊരു മകുടം കർത്തൻ കയ്യാലത് വാഴ്ത്തി മണവാളന് നൽകി മണവാട്ടിക്കും കൊടുത്തു വൈദിക ഷമ്മാശന്മാരാൽ. അപ്പൊ നമ്മുടെ റിജുപാസ് ബാക്കി എന്നൊരു പാട്ട്, ഏതൻ തോട്ടം നാട്ടോനെ നീയാ ഞങ്ങളുടെ മണവാളൻ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അങ്ങനെയെങ്കിൽ ആദ്യത്തെ കല്യാണം നടത്തി സ്വർഗത്തിലെ ദൈവം. പെന്തിക്കോസുകാരുടെ കല്യാണം. ഒരു പെങ്കൊച്ചും ചെറുക്കനും വന്ന് ഫ്രണ്ടിൽ നിന്നാൽ പാസ് ഇരിക്കുന്ന സീനിയർ പാസ് ആ വാലിബൻ പെങ്കോളം ഇഞ്ഞ് വരാൻ പറയൂ? പറയത്തില്ല. ആദ്യം ചോദിക്കും വിവാഹ നിശ്ചയം കഴിഞ്ഞോന്ന്. സന്തോഷമില്ലല്ലോ? അതാ ഈ കൺവെൻഷൻ. വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു കൂട്ടരെ ഇന്ന് രാത്രി കർത്താവിന് ആവശ്യമാ. എന്തിനാ? മണവാളന്റെ വേളിക്ക് മധ്യാകാശത്തിൽ പേർ വിളിക്കണമെങ്കിൽ ഒരു വിവാഹ നിശ്ചയം നടന്നിരിക്കണം. ഓത്രം. അതുകൊണ്ടാ പെങ്കൊച്ചൻ ചെറുക്കന് ജമ്പൂർ ഓഡിറ്റോറിയത്തിലും പാറശാല അല്ല ശീലായി ചെല്ലുമ്പോൾ ഇനി കയറി വരാൻ പറയത്തില്ല. 2 ഭാഷമാരെടുത്ത് നിശ്ചയം കഴിഞ്ഞ പേപ്പർ പെങ്കൊച്ചൻ ചെറുക്കനെ വിളിക്കും. ഉടനെ ദൈവദാസ നമ്മളെങ്ങാണ്ട് കല്യാണം ഉടനെ നടത്തും. പെങ്കൊച്ചനെ ചെറുക്കൻ്റെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുന്നത്? പെങ്കൊച്ചനോട് പറയും, നിന്റെ സമീപത്തേക്ക് നീ പുരുഷന് ഭർത്താവായി സ്വീകരിച്ച് സുഖത്തിലും ദുഃഖത്തിലും കട്ടൻ ചായയും വെള്ളമൊക്കെ ഇട്ട് കൊടുത്ത് ഞങ്ങളെപ്പോലുള്ള ഭാഷമാർക്ക് ദുഃഖം ഉണ്ടാകാതെ നീ കാത്തു പരിപാലിക്കണം. സമ്മതമാണോ മോളെ? ഓക്കെ. ഇപ്പൊ അതുകൂടെ പറഞ്ഞിട്ടാ പെണ്ണ് കെട്ടിക്കുന്ന ജോസ് മാസ്റ്റർ. അവസാനം അങ്ങനെ ഈ പിള്ളേർ പറയും ഇന്ന ഭാഷ കെട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പൂർ ജാമ്യം എടുക്കുക. സ്വോത്രം. പയ്യനെ വിളിക്കും. മേടയിലൊക്കാൻ അരുമയാണ് വാലിബൻ. അവനിട്ട് കേട്ടിരിക്കും, മോനെ നിന്റെ സമീപത്തേക്കുന്ന പെൺകുട്ടി എബ്രഹാമിന് സാറ ഇസഹാക്കിന് റബേക്ക് യാക്കോബിന് റാഗേലിനെ കൊടുത്ത് കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ കരത്താൽ ഭാര്യയായി സ്വീകരിച്ച് സുഖത്തിലും ദുഃഖത്തിലും ഞായറാഴ്ച ആരാധനയിൽ ദൈവസഭയിൽ കൂട്ടായ്മ നടത്തി പത്യോപദേശം വരെ അന്ത്യം വരെ കർത്താവ് തന്ന ആയുസ് വരെ കുടുംബജീവിതം സമർപ്പിക്കാൻ നീ തയ്യാറാണോ? എന്നിട്ട് ഒന്നുകൂടെ പറയൂ, നിന്റെ മൊബൈലിന്റെ നെറ്റ്വർക്ക് ഇച്ചിരി കുറയ്ക്കണമെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഏതെങ്കിലും പെങ്കൊച്ച് വന്നിട്ട് നെറ്റ്വർക്ക് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭാഷനല്ലേ കുഴപ്പം? സ്വോത്രം. ചാറ്റ് ചെയ്യുന്നെന്ന് പറയും. സ്വോത്രം. അതുകൂടെ പറയും. എന്നിട്ടല്ലേ കൈ കൊടുക്കുന്നത്? എന്നിട്ട് ഞാനാണെന്നുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ദൈവദാസനെ മൈക്ക് കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ പറയും, 6000 കൊല്ലങ്ങൾക്കും വേദന്റെ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് മനുഷ്യകുലത്തെ സംയോജിച്ച ഹവ്വ ദമ്പതികളുടെ ഉഭയസമ്മതം നടത്തിയ സ്വർഗത്തിന്റെ കരത്താൽ ഈ 2 മക്കളുടെ ഉഭയസമ്മതം നടത്തിയ ഒരു പുതിയ കുടുംബത്തെ ഞങ്ങൾ ഇവിടെ ദൈവസന്ധിയിൽ
സമർപ്പിക്കുന്നു. സ്വർഗീയ ആത്മീയ അനുഗ്രഹങ്ങളാൽ ഈ മക്കൾ നിറയട്ടെ. സ്റ്റാർട്ടിങ് എ ന്യൂ ഫാമിലി ലൈഫ്. അതല്ലയോ കല്യാണം. മാമേ തീർന്ന് അതിനു വേണ്ടിയായി പ്രസംഗം. ലോകം തീരാറായി. അമേരിക്ക യോഗം കഴിഞ്ഞ ഒരു പ്രിന്റ് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകും. വിവാഹമോ? ഞങ്ങളില്ല അമേരിക്കക്കാർ. അമേരിക്കയിൽ 51 സ്റ്റേറ്റിലും വിവാഹമില്ല. അന്ത്യകാലം തീരാൻ പോന്നു. മലയാളി പെൺകുട്ടികൾ ദാ ഒന്നിച്ച് താമസിക്കുന്നു. എവിടെ? വടക്കൻ പറവൂർ വി ഡി സതീശന്റെ നാട്ടുകാരികൾ 2 പെൺകുഞ്ഞുങ്ങൾ എവിടെ താമസിക്കുന്നറിയാമോ? ഇന്ന് ബാംഗ്ലൂരിൽ താമസിക്കുന്നു. മലയാളം പേര് പറയാൻ ബുദ്ധിമുട്ട്. സുഷമ, ശോഭനെ, അതിന്റെ പേരാ ചേച്ചിമാര് കല്യാണം. സ്വോത്രം. അടുത്തത് കേട്ടാട്ട്. കത്തോലിക്ക സഭ ദാ കിടക്കുന്നു. വിൻസെന്റ്, ബ്രൂണോ. നാടൻ ഭാഷ പൊന്നപ്പനും അവറാച്ചാനും കിളിയൂർ ഭാഷ ഇതാ പള്ളി വെച്ച് കല്യാണം നടത്തുന്നു. ദൈവം വെച്ച കാർമ്മികതയെ മാറി. സ്വവർഗ വിഭാഗത്തിന് ഫ്രാൻസിൽ അംഗീകാരം. ഇതാ കിടക്കുന്ന സ്ത്രീക്ക് സ്ത്രീ, പുരുഷൻ പുരുഷൻ. ഒരു കാലത്ത് ഫ്രാൻസിലെ മിഷണറിമാര് വന്ന് ഇവിടെ CSIയുടെ കൺവെൻഷന് പ്രസംഗിച്ചതാ പാസ്റ്റർ. സ്വോത്രം. അവന്റെ നാട്ടിലായിരുന്നു ദൈവത്തിന്റെ നിയമം അങ്ങ് മാറി. ദാണ്ട് 51 അമേരിക്കയുടെ സ്റ്റേറ്റ് സ്വവർഗ വിഭാഗം. അമേരിക്ക മുഴുവൻ സ്ത്രീക്ക് പുരുഷൻ, പുരുഷനില്ല. സ്വവർഗ വിഭാഗം സ്ത്രീ സ്ത്രീ, പുരുഷൻ പുരുഷൻ. അടുത്തത് നിർണായകം. ഓസ്ട്രേലിയ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സിഡ്നി, മെൽബൺ ദൈവം വെച്ച കാർമ്മിക നിയമത്തെ മാറ്റി പുറകോട്ട് വായിച്ചു തരാം. ദാണ്ടേ, ആരും വിഷമിക്കരുത്. 18 കഴിഞ്ഞ പെൺകുട്ടി, 21 കഴിഞ്ഞ ചെറുപ്പക്കാരൻ ജീവിക്കാൻ ഒരുമിച്ച്. കേട്ടോ? ഇവിടെ 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 എല്ലാവരും കേട്ടാട്ടെ. ഇവിടുത്തെ കേട്ടണം. ചെമ്പൂരി ഒരു പെൺകുട്ടി, അവൾ BEക്ക് പഠിക്കുക. മാറെഫ്രൈം. വെള്ളരുടെ ഒരു ചെറുപ്പക്കാരൻ, അവൻ ME പഠിക്കുക. മാറെഫ്രൈം. രണ്ടും ഒരു കോളേജ് വണ്ടി പോവാ. മാർത്താണ്ഡത്തിനപ്പുറം. ഇവര് സ്നേഹമായി വീട്ടുകാരോട് പറഞ്ഞ വിവാഹം. വീട്ടുകാർ പറഞ്ഞ് പഠിപ്പിക്കാൻ വിട്ട മിണ്ടിപ്പോവരുത്. സ്വോത്രം. വഴിയാധാരമായ 2 ആധാർ, 5000 രൂപ കാട്ടാക്കട കോടതി. ഒരു പേപ്പർ തരും. ലിവിങ് ടുഗദർ. ഒരു സുപ്രഭാതത്തിൽ ചെമ്പൂരിൽ പെങ്കൊച്ചിന്റെ അപ്പൻ കോളേജിൽ പോയിട്ട് വരുന്നില്ല. മൊബൈൽ ഓഫ്. പയ്യന്റെ വീട്ടിലും ബന്ധപ്പെട്ട് അവനും വന്നില്ല. ഇവരെവിടെ പോയി? കാട്ടാക്കട DYSP അടുത്ത് പോയി. സാറേ മോളെ കാണാനില്ല, നമ്പർ തരാൻ പറഞ്ഞു. നോക്കിയപ്പം നോക്കി മാർത്താണ്ഡത്തിന്റെ അടുത്തുനിന്ന് താഴോട്ട് പോകുന്ന തോവാളയുടെ സൈഡിൽ ഒരു 5 സെന്റിനകത്ത് വാടക വീട്ടിനകത്ത് ലൊക്കേഷൻ കിട്ടി. സ്വോത്രം. അച്ചായനോട് പറഞ്ഞു നാളെ രാവിലെ കാട്ടാക്കട പോരണം. വാഗണർ കാറുമായിട്ട് വന്നാൽ മതി. സ്വോത്രം. ഞങ്ങൾ വണ്ടിയായിട്ട് വരാം. അച്ചായന് ഇച്ചിരി സ്വാധീനം ഉണ്ടായിരുന്നു. അച്ചായനും അമ്മാമ്മയും വാഗണർ. പോലീസും DYSP മുമ്പ് 7 മണിക്ക് കാട്ടാക്കടയിൽ നിന്ന് വിട്ടു. 8 മണിക്കൊണ്ട് മാർത്താണ്ഡത്ത് ചെന്നു. വീടിന്റെ ലൊക്കേഷൻ കിട്ടി. സൈബർ തിരുവനന്തപുരം. മൊബൈൽ ഓഫാ കിട്ടി. അവിടെ ചെന്നപ്പം പയ്യനിരുന്ന് മുറ്റത്തിരുന്ന് നോട്ടിരുന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. പെങ്കൊച്ച് അടുക്കള ടീ ഉണ്ടാക്കുന്നു. സ്വോത്രം. ഉടനെ DYSP അപ്പം കൊടുത്ത പരാതി. എല്ലാവരും കേൾക്കണം. DYSP അപ്പം കൊടുത്ത പരാതി മോനെ കാണിച്ചിട്ട് പറഞ്ഞു 2 എണ്ണം വണ്ടി കയറി. നിങ്ങൾ നിയമപരമല്ലാതെ ഇവിടെ താമസിക്കുന്ന കേസ്. അപ്പൊ തമിഴ് ഭാഷ പയ്യൻ പേശുകൃത്. അയ്യാ ഇങ്ങ വക്കാറ് ഒരു പേപ്പർ, ഒരു ചിന്ന പേപ്പർ കൊണ്ടുവരാമെന്ന്. സ്വോത്രം. അവൻ അകത്ത് പോയി കാട്ടാക്കട കോടതിയുടെ പേപ്പർ. 1 വർഷം ഒരുമിച്ച് താമസിക്കാൻ ആ ഫീസ് അടച്ചിരിക്കുക. സ്വോത്രം. ഉടനെ അവൻ ചോദിച്ച് പെങ്കൊച്ചിറക്കി വന്ന് ചോദിച്ചു DYSP പപ്പായും മമ്മയും നിൽക്കുക. സാർ ടീ സാപ്പിടുങ്ക. സന്തോഷമില്ലല്ലോ. സ്വോത്രം. സാറ് ടീ കുടിക്കുന്നു. സ്വോത്രം. DYSP വിചാരിച്ചു ഇവർ കോടതിയിൽ നിന്ന് പേപ്പർ കിട്ടിയാൽ ടീ കുടിക്കാൻ തുടങ്ങി. അപ്പനും അമ്മയും റോഡിൽ നിന്നപ്പോൾ അകത്ത് നരുമയാന പാടൽ ഉണ്മൈ നമ്പി വന്നേ നബക്ക പാടലേ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ആ കിടക്കുന്നത് അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ മക്കളെ മാമ്പൂവിനെ ചൊല്ലി ഒന്നും നോക്കണ്ട. സ്വോത്രം. വല്ലതും കിട്ടിയാൽ നല്ലതാ. അതുകൊണ്ടാ യേശു പറഞ്ഞു യെരുശലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുവേ. തകരുന്ന ഒരു തലമുറയാണ്. ഇതിനകത്ത് രക്ഷ വേണമല്ലോ. സന്തോഷമില്ലല്ലോ. ഇതിനകത്ത് രക്ഷ വേണമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കണം. സന്തോഷമില്ലല്ലോ. അരുമயான ஊழியக்காரங்க மேடையில் உட்காருக்குது. அந்த நாட்களில் நான் தமிழ்நாட்டு பேசுகிறது. அதுக்கு தான் நான் കുറച്ച് തമിഴ് പറയുന്നത്. മലയാളികൾ തീർക്കായിരിക്കും. സ്വോത്രം. അതുകൊണ്ട് അപ്പം തമിഴ്നാട്ടിൽ ചാടിയ സ്വോത്രം. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ആത്മാർത്ഥമായി, എൻ്റെ സഹോദരങ്ങൾ ഇവിടെ ഇരിക്കുന്നു, അച്ചായനൊക്കെ ഇവിടെ ഇരിക്കുന്നു, നമ്മുടെ സഭയിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 5 മിനിറ്റ് പ്രത്യേകം പ്രാർത്ഥിക്കണം. തകർന്നു പോകുന്ന ഒരു കൂട്ടത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ക്യാമ്പസിലായിരിക്കുന്നത്. കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ദുഷ്ടന്റെ കൂട്ടുകെട്ടിൽ വിടത്തില്ല. ദാ കിടക്കുന്നു ഇഷാൻ സൂര്യ, ട്രാൻസ്ജെൻഡർ മാരേജ്. അടുത്തതൂടെ കേൾക്കണം. ദാ കിടക്കുന്നു കോടതി മുറി, ഇന്ത്യൻ കോടതി മുറി. 2 പെൺകുട്ടികൾ വക്കീലന്മാർ ഒരുമിച്ച് താമസിക്കുന്നു. അന്ത്യകാലം. ദൈവം വെച്ച കാർമ്മിക നിയമം മാറി. പുറകെ തരാം. 2 MP രാജേഷ് എന്റെ പുറകെ നിന്ന പുള്ളിയാ. പറ്റിക്കാൻ നടക്കുന്നു. വരൻ ഉക്രൈൻ, വധു പുനലൂർ. ഓൺലൈൻ കല്യാണം. ഒറ്റശേഖരമംഗലം പഞ്ചായത്തിൽ ചെന്നാൽ മതി. ഫീസ് അടച്ചാൽ പിന്നെ വന്നാൽ മതി. ഓൺലൈനിൽ ഒപ്പിട്ട കല്യാണം. എവിടം വരായി? ദൈവം വച്ച കാർമ്മിക നിയമം മനുഷ്യൻ മാറ്റി. ഇന്ന് രാത്രി
ബൈബിൾ എല്ലാവരും എടുക്കണം. കുറെ കുഞ്ഞ് വായിക്കും. അമേരിക്ക, എല്ലാവരും കേട്ടാട്ടെ. അമേരിക്കയിൽ ഏറ്റവും നിർണായകമായി ഒരു സംഭവം നടന്നു. 1991 ബിൽ ക്ലിന്റൺ അധികാരത്തിൽ വന്നു. അന്ന് അവിടുത്തെ സ്വർഗ വിഭാഗം, അന്ന് അവരെ ഡോളർ എടുത്ത് അച്ഛന്മാർ ഭാസം കാണിച്ചു. ഇൻ വി വിൽ ട്രസ്റ്റ് ഇൻ ഗാഡ്. എന്താ പറഞ്ഞു? ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത്. സാറേ, ഇത് ദൈവവചനത്തിന് നിരോധം. അന്ന് തൊട്ട അമേരിക്ക കാറ്റടിച്ചത്. ഏത് കാറ്റ്? റീത്തെ അടിച്ചു, കത്രീനെ അടിച്ചു, വിൽമ അടിച്ചു, ആർമി അടിച്ചു, ഓർമ്മ അടിച്ചു, സകല കാറ്റും അടിച്ചു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന മലയാള സഹോദരങ്ങൾ, തിരുവനന്തപുരം എയർപോർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു വിമാനം പോകുന്നത് 33,000 അടിയിലാണ്. ബ്രിട്ടന്റെ വിമാനം അവിടെ കേടാവാൻ വന്ന് ആ വിമാനം കന്യാകുമാരി കടലിന്റെ മേളിൽ പറക്കുന്ന റഡാർ കണ്ടെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അവർ മെസ്സേജ് അയച്ചു, മര്യാദയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞു. അതോടുകൂടി അങ്ങോട്ട് തന്നെ ഇറങ്ങിയത്. സ്വോത്രം. അങ്ങനെ എൻ്റെ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് 33,000 അടി പറക്കുന്ന വിമാനം അമേരിക്കയിലെ നാസ, നാഷണൽ എയറോനോട്ടിക്കൽ സയന്റിഫിക് അഡ്മിനിസ്ട്രേഷൻ, കെന്നഡി എയർപോർട്ടിൽ ഒരു ക്യാമറയുണ്ട്. അതിന് വിളിക്കുന്ന പേരാ വിമാനത്തെ കാണത്തില്ല. ഈ വിമാനത്തിന്റെ ശബ്ദം സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യും. അതിന്റെ പേരാ കിളിയൂരിൽ കാട്ടാക്കട സയൻസ് ടീച്ചറോട് ചോദിച്ചു, ബട്ടർഫ്ലൈ എഫക്ട്. അങ്ങനെ ഒരു എഫക്ട് അമേരിക്കക്ക് അറിയാം. പക്ഷേ അമേരിക്ക കാറ്റടിച്ച ഒരു കമ്പ്യൂട്ടറിനും കാണാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി യഹോവയെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളി, നിന്നെ യഹോവ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. ക്ലിന്റൺ ആകട്ടെ, മിണ്ടൻ ആകട്ടെ. രണ്ടാമത് എല്ലാവരും കേട്ടാട്ടെ, എല്ലാവരും കേൾക്കണം ഇത്. അതുകൊണ്ടാണ് സമയം കൂടുതൽ പഠിച്ച്. എന്താ ഇന്ന് അമേരിക്ക അബോർഷൻ? ഇന്ന് രാത്രി നെഞ്ച് കയറി ഞാൻ പറയാം, 75 ലക്ഷം കുഞ്ഞുങ്ങളെ കൊന്ന ഒരു രാജ്യമാണ് അമേരിക്ക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കാനഡയിൽ പോയിട്ടുണ്ട്. കിച്ചണർ, ഒണ്ടേറിയ, ടൊറന്റോ, ആൽബർട്ട, അവിടെ അല്ല നയാഗ്ര. ഇന്ന് മലയാളി പെൺപിള്ളേർ അവിടെ പോയി. അവിടെ അബോർഷൻ ചെയ്യാൻ പറ്റത്തില്ല. കാനഡ ഇവിടുന്ന് കളിക്കാവളെ ചാടുന്നുള്ള ജോസ് പാസ്റ്റർ അവിടെ പോയി അബോർഷൻ ചെയ്യുക. ഞാൻ പഠിപ്പിച്ച മെക്കാനിക്കൽ എഞ്ചിനീയർ ക്ലെമന്റ് കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ച് സാറ് പ്രസംഗിക്കണമെന്ന്. അത് മാത്രമല്ല, അവിടെ കാനഡ 25 ഗ്രാം മയക്കുമരുന്നും കിട്ടുന്നെന്ന്. സ്വോത്രം. നമ്പർ കാണിച്ച എവിടം വരായി ലോകം മനസ്സിലാകുന്നവർക്കായി. 75 ലക്ഷം കുഞ്ഞുങ്ങളെ കൊന്ന രാജ്യമാണ് അമേരിക്ക. അമേരിക്കയിൽ അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ 36 ബാങ്കുകൾ അമേരിക്കയിൽ പൊട്ടിപ്പോയി. 1 JP മോർഗൻ, 2 അമേരിക്കൻ ഇൻവെസ്റ്റ്, 3 അമേരിക്കൻ ഗൾഫ്. കാശുണ്ടായിരുന്നെങ്കിൽ ട്രംപ് ഈ ഇസ്രായേലുമായിട്ടുള്ള അടിക്ക് ഇറാന്റെ മണ്ടയ്ക്ക് കൊടുത്തേനെ. കാശില്ലാത്തതുകൊണ്ടാണ് ഗുഡ് ബൈ പറഞ്ഞത്. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി അമേരിക്കയിലെ 36 ബാങ്കുകളെ ദൈവം പൊട്ടിച്ച് കളഞ്ഞു. ഇന്ന് രാത്രി നമ്മുടെ ദൈവം ആരെ? വചനത്തോട് മറുതലിക്കുന്നവനെ, ന്യായം വിധിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി ആരാ ഭാഗ്യവാൻ? കുറെ കേട്ടോണം. അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ? അമേരിക്കക്കാരനൊന്നുമല്ല ഭാഗ്യവാൻ. എന്താ? ട്രംപ് വന്നപ്പോൾ ബെന്തിക്കോസുകാരെല്ലാം പറഞ്ഞു, ഞങ്ങളുടെ രക്ഷകൻ വന്നേ, ഞങ്ങളുടെ രക്ഷകൻ വന്നേ. നിന്റെ രക്ഷകനല്ല, ഇസ്രായേലിന് വേണ്ടിയാവും വന്നത്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. രണ്ടാമത്തെ കാര്യം, ട്രംപിനെ പറ്റി പറയുമ്പോൾ നമ്മൾ കുറ്റമൊന്നും പറയത്തില്ല. പുള്ളി അവിടെ ചെന്നാലും പറയും യേശു എൻ്റെ രക്ഷകനെന്ന്. അത്രയെങ്കിലും പറയുന്നില്ലല്ലോ. നമ്മൾ മിണ്ടാതിരുന്ന് കണ്ണടച്ചുകൊണ്ടിരിക്കുക ബസ്സിൽ ഇരിക്കുന്നുള്ളൂ. സ്വോത്രം. മൂന്നാമത്തെ കാര്യം, ട്രംപ് ഒരു കാര്യം, അമേരിക്കയിലെ 50,000 ബൈബിൾ ഓരോ സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് വായിക്കാൻ. നാലാമത്തെ കാര്യം, ട്രംപ് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയാമോ? ഞാൻ ഇവിടം വരെ എത്തിയത് എൻ്റെ അമ്മ കരഞ്ഞുകൊണ്ടാണ്. ഒരു കാലത്ത് അപ്പച്ചനും അമ്മയും പുൽപ്പായിലും ഓലപ്പായിലും ചെമ്പൂരും വെള്ളടയൊക്കെ കരഞ്ഞ്, വീടുമില്ല, കാറുമില്ല, മണ്ണിറഞ്ഞ പെരയാ. അന്ന് അപ്പച്ചൻ്റെ അമ്മച്ചയുടെയും കണ്ണീരുണ്ട്. ഇന്ന് 4 മുറി വീടും വാഗണർ കാറും, ആവശ്യം 3-4 മൊബൈലും ലാപ്ടോപ്പ്. സഭായോഗവും ഇല്ല, ഒരു യോഗവും ഇല്ല. സ്വോത്രം. പിന്നെ ആറാമത്തെ കാര്യം, ട്രംപ് അവൻ്റെ മന്ത്രിസഭാ യോഗം തുടങ്ങുമ്പോൾ എല്ലാവരും 2 മിനിറ്റ് എഴുന്നേറ്റിരിക്കണമെന്ന്. ഇവിടെ സ്വോത്രഗീതം പാടുക നീ മനമേ തമ്പേർ അടിച്ച് തീർന്നാലും നമ്മുടെ ആൾക്കാർ വന്നു കയറത്തില്ല. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. അവിടെ മന്ത്രിസഭാ യോഗം തുടങ്ങുമ്പോൾ 2 മിനിറ്റ് എഴുന്നേറ്റിരിക്കണം. അതുകൊണ്ട് ട്രംപ് ഇന്ത്യക്കാരുടെ രക്ഷകനൊന്നും അല്ല, സർദാക്കന്മാരെ കാലെ കയ്യും കെട്ടി അങ്ങോട്ട് വിട്ടത്. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ആരാ ഭാഗ്യവാൻ? അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ? അതൊന്നും അല്ല അച്ചായ. അമ്പൂരിയിലോട്ട് എന്ന് ഞങ്ങളുടെ തോമാച്ചാന്റെ വാഴ മൊത്തം കാറ്റടിച്ചു പോയി. ആറാട്ടുകൂടി ചെല്ല്, റബ്ബറിന്റെ ഇല ഒന്നുമില്ല. അതും ഭാഗ്യവാന്മാരാണോ? അത് കഴിഞ്ഞ് ഗൾഫ് രാജ്യത്ത് ചെറുപ്പക്കാർ കിടന്ന് കഷ്ടപ്പെടുക. ഇന്ന് രാത്രി ആരാ ഭാഗ്യവാൻ? അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ? ഗൾഫുകാരനാണോ ഭാഗ്യവാൻ? ആറാട്ടുകൂടി തോട്ടമുള്ള അച്ചായനാണോ ഭാഗ്യവാൻ? അമ്പൂരിയിലെ വാഴത്തോട്ടമുള്ള അച്ചായനാണോ ഭാഗ്യവാൻ? അവരൊന്നുമല്ല ഭാഗ്യവാൻ. എന്റെ അരുമயான കൂട്ടത്തിൽ ഭാഗ്യകരമായ ഒരു കൂട്ടം ഇവിടെ ഇരിപ്പുണ്ട്. ആരാ? ലംഘനം ക്ഷമിച്ച്, പാപം മറച്ച്, കാൽവറി രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ അത്രേ ഭാഗ്യവാന്മാർ. അവരെ ചേർക്കാൻ എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി.
ഇന്ന് രാത്രി അവൻ നിയമത്തെ മാറ്റുവോ? ഒന്നാമത്തെ ഇടവേള രണ്ട് കാര്യം കൂടെ പറയുമ്പോൾ ദാനിയേൽ പ്രവചനം 7:25 എടുക്കാം. ദാനിയേൽ ദീർഘദർശിൻ അധികാരം 7 വസനത്തെ വാസിക്കരുത് 25 വായിക്കാം. അവൻ നിയമത്തെ മാറ്റുവോ? വൈരുമോളെ, അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും ഏതെന്റെ പൂങ്കാവനത്തിൽ മനുഷ്യനെ ഒരുമിപ്പിച്ച സർവശക്തന് വിരോധമായി വമ്പ് പറയുകയും. വായിച്ചു. അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും, ഇതെല്ലാവരും അണ്ടർലൈൻ ചെയ്യണം. He will take it the land order. സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. അതാ ഇന്നത്തെ കല്യാണമില്ലാത്ത കാലം ദൈവം വെച്ച കാർമിക നിയമവും മാറ്റി നിയമങ്ങളെ മാറ്റുവാൻ ശ്രമിക്കുക. അടുത്തത് കാലവും കാലങ്ങളും. കാലം 7 കാലാംശം 3:30 ദൈവസഭ എടുക്കപ്പെട്ടാൽ കാലവും കാലാംശങ്ങളും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. ഒരുവന്റെ കയ്യിൽ ലോകഭരണം വരാറായി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അവൻ വരുന്നതിന് മുമ്പ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരും. രണ്ടാമത്തെ സംഭവം, നിയമം മാറിയോ? കേരളം വായിക്കാം. യെശയ്യാ പ്രവചനം 3:12 ബൈബിളുള്ളവരെല്ലാം എടുത്താട്ടെ. യെശയ്യാ പ്രവചനം 3:12 പോകാം ബാലരാമപുരത്തേക്ക്. യെശയ്യാ പ്രവചനം 3:12 വായിക്കാം മോളെ. എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. കിടക്കുന്ന ബാലരാമപുരം 9 മാസവും 9 ദിവസവും നൊന്തുപെറ്റ ദേവനന്ദ ഒരു കുഞ്ഞു മോളെ കിണറ്റിലെറിഞ്ഞ കേരളം തീർന്നില്ല. ബാക്കിയൂടെ കേട്ട അമ്മമാര്, കർത്താവ് ഈ തലമുറ വരാൻ പോവാ. അടുത്തത് പറഞ്ഞു തരാം. എറണാകുളം വൈറ്റില ഒരു ചെറുപ്പക്കാരിക്ക് കുഞ്ഞുണ്ടായി, ഭർത്താവ് കളഞ്ഞിട്ട് പോയി. ദേഷ്യത്തിന് കഴുത്ത് ഞെരിച്ചു, കുഞ്ഞിനെ കൊന്നു. ആമസോണിന്റെ കവറിനകത്ത് ഓടുന്ന പച്ചവണ്ടി വൈറ്റിലയിൽ എറിഞ്ഞു കൊന്നു. മലയാളി പെൺകുട്ടി. ബാക്കിയൂടെ കേൾക്കണം, നിങ്ങൾ കേൾക്കണം. കളമശ്ശേരി ഒരു പെൺകുട്ടി, അവൾ ആദ്യ ഭർത്താവ് കളഞ്ഞ 1.5 വയസ്സുള്ള കുഞ്ഞ്, ഇവിടെ ഇരിക്കുന്നവൾ, കൊച്ചു മോനിരിക്കുന്നു, കുഞ്ഞിന്റെ ഇരിക്കുന്നവള്. അവന് പുതിയ ചെറുപ്പക്കാരനെ കണ്ടു. അവനൊരു ടോർപ്പിഡോ വെച്ച് ഈ കുഞ്ഞിനെ കൊല്ലാമെങ്കിൽ നിന്നെ ഭാര്യയാക്കാം. 9 മാസവും 9 ദിവസവും 9 വിനാഴിക നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ഡോറിന്റെ അവിടെ ഇട്ട് കഴുത്ത് ഞെരിച്ചു. കളമശ്ശേരി ആശുപത്രി കൊണ്ട് മരിച്ചു. അവർക്ക് പിടികിട്ടി, പോലീസുകാർ വന്നു. ആദ്യത്തെ ഭർത്താവിന്റെ മൊബൈൽ നമ്പർ കൊടുത്തു. 1 മാസം മോർച്ചറിയിൽ സൂര്യനെ പോലെ മുഖമുള്ള കുഞ്ഞ്. ആശുപത്രിക്കാർ അടക്കാൻ നോക്കിയപ്പോൾ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ പേര് ഞാൻ വെളിപ്പെടുത്തത്തില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അടക്കണ്ട. 7000 രൂപയുടെ പെട്ടി അദ്ദേഹം കാശ് മേടിച്ചു. എന്നിട്ട് അതിനകത്തൊരു സ്റ്റിക്കർ, മകനെ വിടാ 2 പൂ. കളമശ്ശേരി മൈതാനത്തിൽ കൊണ്ടുപോയി ഒരു സിറ്റി പോലീസ് കമ്മീഷണർ കുഞ്ഞിനെ അടക്കി. അടുത്തത് തിരുവനന്തപുരം പൂവാർ. എല്ലാവരും കേട്ടോണം. അരിമാനൂർ CSI വർഷങ്ങൾ ഞാൻ പ്രസംഗിച്ച 5 വരകാലം പ്രസംഗിച്ചതുപോലെ മനസ്സിലാക്കിക്കോ. അരിമാനൂർ CSIയില് ഒരു മെമ്പറാ പൂവാർ പഞ്ചായത്ത് സെക്രട്ടറി. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ കർത്താവ് വരാറായി. ഞാൻ പറഞ്ഞു, എന്താ സഹോദരി അങ്ങനെ പറയുന്നത്? അപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട്. പൂവാറിലൊരു സംഭവം, നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ 4 ലക്ഷം രൂപയ്ക്ക് വിറ്റ് കാശാക്കിയ തിരുവനന്തപുരം പൂവാർ. എവിടായി അമ്മാമേ? മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. പ്രസവിച്ച കുഞ്ഞിനെ പശുവാനെ ഒന്ന് നക്കി തോത്തിയെങ്കിലും ചെയ്യും. സ്വോത്രം. ഇത് നക്കത്തുമില്ല, തോത്തത്തുമില്ല, കഴുത്ത് ചരിച്ച് കൊല്ലുന്ന സാക്ഷര കേരളം. ദൈവത്തിന്റെ സ്വന്തം നാട് തീരാൻ പോവാ, കർത്താവ് തീർക്കാൻ പോവാ. അതാ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു. കാണും കേരളത്തെ പോലീസുകാർ ചൈനയുടെ ചോര. എല്ലാ IG മാരും പറഞ്ഞു 100-ൽ പരം പോക്സോ കേസാ ഒരു വർഷം കേരളത്തിൽ. ഇവിടെ പദയാത്ര എല്ലാം നടക്കുന്നത്. തിരുനാള്, പെരുന്നാള്, കൺവെൻഷൻ, 100 പോക്സോ. അടുത്ത സ്ത്രീകൾ. മോള് വൈര്, അടുത്ത വാക്ക് സ്ത്രീകൾ. സ്ത്രീകൾ അവരെ വാഴുന്നു. കിടക്കുന്ന സ്ത്രീകൾ അവരെ വാഴുന്നു. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു സുന്ദരിയായ പത്തനംതിട്ടക്കാരി പെങ്കൊച്ച് മസ്കറ്റിൽ പോയി പ്രസാദ് ബ്രദറിനോട് തിരിച്ചു വന്നത് 1 കിലോ MDMA. സന്തോഷമില്ലല്ലോ. ആണ് കൊണ്ടുവന്ന 250 കൊണ്ടുവരും ബ്രിജു പാസ്. പെണ്ണിന് എന്തൊരു തൻ്റെ 1 കിലോ. സ്വന്തോഷമില്ലല്ലോ. സ്വത്രം. 1 കിലോ MDMA കൂളായിട്ട് നമ്മുടെ സിനിമാ നടി മഞ്ജു വാര്യർ ഇറങ്ങി വരുന്ന പോലെ ഇറങ്ങി വരുന്നു. എന്തൊരു നല്ല സന്തോഷം. സ്വത്രം. 1 കിലോ MDMA ആയിട്ട്. സ്വത്രം. സ്ത്രീകൾ അവരെ വാഴുന്നു. സൂക്ഷിച്ചോണം. ഇവിടെ പളുകൽ ഇളഞ്ചറക്കാരി ഗ്രീഷ്മയെ കണ്ടില്ലേ? നമ്മുടെ സഹോദരൻ ആർക്കാ ഷാരോന് കഷായം കൊടുത്ത്. സന്തോഷമില്ലല്ലോ. ഇങ്ങ വാലിബർ ഒക്കാരിക്കുന്നു. പെങ്കൊച്ചുങ്ങളെ വല്ല കഷായം തന്നോ നീ മേടിച്ച് കുടിക്കരുത്, അവസാനം പെരുവഴിയായിപ്പോ. സ്വത്രം. ഇളഞ്ചറക്കാരി ഗ്രീഷ്മയുടെ കണക്കുള്ളത് ഒരുപാട് ഇരിപ്പുണ്ട്. സ്വത്രം. അവൻ ഷാരോന്റെ ചേട്ടൻ പളുകൽ CSI. നമ്മുടെ പിള്ളേരില്ലേ അവരെല്ലാം? എത്ര പ്രശ്നം കേട്ടതാ. അത് മനസ്സിലാക്ക്. അത് കഴിഞ്ഞിട്ട് അടുത്തത് കേക്ക്. മനസ്സിലാകുന്നവർക്കായി. ഇന്നാള് കണ്ടില്ലേ, ചെങ്ങന്നൂർ ഭാസ്കരക്കാരനവരെ തട്ടിക്കളഞ്ഞ ഷെറിൻ കിടക്കുന്നില്ലേ കൊട്ടേഷൻ ടീമിന്. സ്ത്രീകൾ അവരെ വാഴുന്നു. ബാക്കി കരീന്ദ്ര സഖാവ് ഇവിടുത്തെ MLA പറയത്തില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിണറായി സാറ് പുറത്ത് വിടത്തില്ല. പുറത്ത് വിട്ടാൽ നാണം കിട്ടുമോ? സ്വത്രം. ഹേമ കമ്മിറ്റിക്കകത്ത് ഇവിടുത്തെ സിനിമാ താരങ്ങൾ, സ്ത്രീകളും സീരിയൽ താരങ്ങളും പറഞ്ഞേക്കാൾ ഞങ്ങളുടെ അമ്മമാർ പണത്തിന് വേണ്ടി ഞങ്ങളെ വിറ്റ് കാശാക്കിയെന്ന്. കര ഉയരുന്നില്ലല്ലോ. സ്വത്രം.
അതുകൊണ്ട് സഖാവ് പിണറായി ഹേമാക്കാൻ പറ്റിയ റിപ്പോർട്ട് വിടാത്ത സ്വോത്രം അത് കേട്ടാ കേരളം ഞെട്ടുവെന്ന്. ഇടയ്ക്കൂടെ ഞാൻ ഒന്ന് എങ്ങനെങ്കിലും ഒന്ന് അടിച്ചു മാറ്റാൻ നോക്കി, ഇതുവരെയും കിട്ടിയില്ല സ്വോത്രം. പല വഴി ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുക സ്വോത്രം. ഉള്ള പോലീസുകാരെല്ലാം ജാക്കറ്റ് എന്നിട്ട് ഇതുവരെ അടുത്ത് വരുന്നില്ല. അതീ ഒരു പുള്ളി പറഞ്ഞാൽ നിങ്ങൾ പ്രിന്റ് എടുത്ത് കൊടുക്കുമെന്ന്, അതുകൊണ്ടാണ് തരാത്തതെന്ന് സ്വോത്രം. പ്രിന്റ് അപ്പം എടുത്തെന്ന് ചോദിച്ചാൽ മതി സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അവിടം വരായി കഴിഞ്ഞു, മനസ്സിലാകുന്നവർക്കായി. അടുത്തത് വായിച്ചാട്ടെ. നിങ്ങളെ നടത്തുന്നവർ. ഇങ്ങനൊരു കാലം ഉണ്ടായോണ്ടോ അമ്മച്ചി? അടുത്ത വാക്ക് ഇടവേള. വായിച്ചാട്ടെ. എന്റെ ജനമേ, നിന്നെ നടത്തുന്നവർ, നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു, നിന്നെ വഴിതെറ്റിക്കുന്ന ഒരു കാലം വരാറായി. ഒന്നാമത്തെ ഇടവേള. അതുകൊണ്ട് എഫേസ്യർ 5:15-16 വായിച്ചാട്ടെ മോളെ. എഫേസ്യ ലേഖനം 5:16. എവരിവൺ ഓപ്പൺ യുവർ ബൈബിൾ. ഈ കാലത്തെ പറ്റി ധന്യനായ പൗലോസ് ഒരുവൻ ഭരണത്തിന് വരുന്നതിന് മുമ്പ് പൗലോസ് ഇങ്ങനെ ധന്യൻ ചൊല്ലി. എഫേസ്യർ 5:15-16. ഇവിടെ അജ്ഞാനികളായിരിക്കാനല്ല. വായിച്ചാട്ടെ മോളെ. ആകയാൽ സൂക്ഷ്മതയോടെ, അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. അടുത്തത്, ഇത് ദുഷ്കാലമാകയാൽ. ആ കരമൊന്ന് ഉയർത്തിയാട്ടെ കിളിയൂരിലെ ദൈവമക്കൾ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. വെള്ളരുടെ ഭാഷ. കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തുന്ന കോഴിയെ അമ്മണി ചേച്ചി പത്തായത്തിൽ ഇരിക്കുന്ന കത്തി എടുക്കത്തില്ല. അരകല്ലിന്റെ മേൽ സവാള എടുക്കുന്ന കത്തി എടുത്ത് നേരെ ഗ്രില്ലെ കൂടെ തീർക്കുന്നത് പോലെ ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിലും ഇന്ന് രാത്രി കിളിയൂര് മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. പുണ്യ സ്ഥലങ്ങൾ തേടേണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കേണ്ട, ഉരുളറുകൾ നടത്തേണ്ട. ഇന്ന് നാൾക്കല്ല് നന്മயான செய்திகள் கேட்டு தாயே தகர்ப்பரே தப்பி தங்கச்சி எங்க உக்காருக்கு நீ எங்க போக கூடாது, துட்டை வாரி கொடுக்காது. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് യേശു എന്റെ ഏക രക്ഷകൻ, യേശു എന്റെ ഏക കർത്താവ്, 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലകളത്ത് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരാട്ടിൻകുട്ടി അറുക്കപ്പെട്ടത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറയുമെങ്കിൽ ഇന്ന് രാത്രി ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് ചേർക്കപ്പെടും. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ എന്റെ കാന്ത് വരാറായി. കിളിയൂരെ വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി.